എല്ലാ കൂട്ടുകാർക്കും ഭാവൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ താരം ബീട്രൂട്ട് ആട്ടോ. ബീട്രൂട്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറിക്കകത്ത് മസ്റ്റായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് വെച്ചൊരു നല്ലൊരു തോരൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ട് ചെറിയ ചെറിയ പീസാക്കി ഒത്തിരി കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കുക. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആ ബീട്രൂട്ട് വേകുന്നതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉപ്പൊക്കെ എല്ലായിടത്തും ചെല്ലണം. പിന്നെ ഇത് വേവിക്കാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ ബീട്രൂട്ടിൽ തന്നെ നല്ലപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് അടി പിടിക്കാതെ അത് നല്ലപോലെ കറക്റ്റായിട്ട് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിക്കോളൂ. ഒരു ഇച്ചിരി നേരം ഇരിക്കണം കേട്ടോ. ഇരുന്ന് ഇപ്പം ഞാൻ ആദ്യം ഇട്ടപ്പോൾ അത് ഫുള്ളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ കുറഞ്ഞില്ല. അങ്ങനെ അതിൻ്റെ ആ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേകുന്ന സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, പിന്നെ 3-4-5 വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, നിങ്ങൾക്ക് കാന്താരി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് ജാറിലിട്ട് ഒരു അരപ്പെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കപ്പയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന പോലത്തെ ഒരു അരപ്പാട്ടോ. അങ്ങനത്തെ ഒത്തിരി അരയുണ്ട. അങ്ങനെ അരച്ചെടുത്ത അരപ്പ് ഒരു 3/4 വേവൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഉപ്പിടണ്ട. നമ്മൾ ഓൾറെഡി ബീട്രൂട്ടിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതായത് നമ്മൾ അരപ്പ് മുകളിലിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സാക്കി കൊടുത്ത ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി ഒന്ന് കയറി അരപ്പും കൂടെ വെന്ത് കഴിഞ്ഞെങ്കിൽ അടിപൊളി ബീട്രൂട്ട് തോരൻ റെഡിയാണ്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്കൂളിലൊക്കെ കൊടുത്തു വിടാറുണ്ട്, പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇനി ബീട്രൂട്ടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.